ചോരക്കളിയുടെ തുടക്കം 2019-ലാണ്. അയൽവാസികളായ ചെന്താമരയും സുധാകരനും തമ്മിൽ വഴിതർക്കത്തിന്റെ പേരിൽ ശത്രുത പതിവായിരുന്നു. എന്നാൽ ആ ശത്രുത ചെന്താമരയുടെ മനസ്സിൽ വളർന്നത് ഒരു രാക്ഷസനെ പോലെയാണ്. 2019 ഓഗസ്റ്റ് 31 സുധാകരന്റെ ഭാര്യ സജിതയെ ആ പകയുടെ പേരിൽ ചെന്താമര അതിക്രൂരമായി കൊലപ്പെടുത്തി. ഒരു ഗ്രാമത്തെ മുഴുവൻ നടുക്കിയ ആ കൊലപാതകത്തിന് ശേഷം ചെന്താമര അഴിക്കുള്ളിലായി. ആ കുടുംബവും സമാധാനിച്ചു. നീതി ലഭിക്കുമെന്ന് അവർ വിശ്വസിച്ചു. പക്ഷേ നിയമത്തിന്റെ പഴുതുകളിലൂടെ ചെന്താമര ജാമ്യത്തിൽ പുറത്തിറങ്ങി. അയാൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലായിരുന്നു. എന്നാൽ സുധാകരന് തന്റെ ജീവനും പ്രായമായ അമ്മയും 2 പെൺമക്കളും ഉണ്ടായിരുന്നു. തന്റെ ഭാര്യയുടെ കൊലപാതകത്തിലെ പ്രധാന സാക്ഷിയും സുധാകരൻ തന്നെയായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ആ നാട് വീണ്ടും ഒരു ദുരന്തത്തിലേക്ക് നടന്നു നീങ്ങുകയാണെന്ന് ആരും അറിഞ്ഞു.